നമസ്കാരം, ബിഗ് ബ്രദർ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ടാസ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമിൻ്റെ പവറിനെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ടീമുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് വിജയിച്ച വ്യക്തികൾക്ക് പവർ റൂമിൽ കയറാമെന്ന് പറഞ്ഞിട്ട്. സോ ആ ടാസ്കിന് ശേഷം നന്ദന ഒരു രസത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ജാസ്മിനെ പോയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് 1 ഹാൻഡ് ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട്. അപ്പോഴാണ് നന്ദന ശരിക്കും പറയുന്നത്, എന്താ ഞങ്ങളൊന്ന് ഹഗ് ചെയ്താൽ പറ്റില്ലേ, ഗബ്രി ചേട്ടൻ തന്നെ വേണോ ഹഗ് ചെയ്യാനെന്നായിട്ട് പറയുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ടുള്ള പോയിൻ്റാണ് പറയുന്നത്. അതിന് ശേഷം എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടം, ഞാൻ ആരെ ഹഗ് ചെയ്യണേന്നായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരെയും ഹഗ് ചെയ്യാറുണ്ട്, പക്ഷെ നീ ആകപ്പാടെ ഗബ്രിയെ ഹഗ് ചെയ്യണത് മാത്രമേ കാണുള്ളൂ എന്നായിട്ടാണ് തിരിച്ച് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ്റെ കാര്യം എല്ലാം വെളിയിൽ ഏകദേശം അറിയാം. മീൻസ് ഈ ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട് ഒരുമിച്ച് എപ്പോഴും ഹഗ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് ഇരിക്കാറ്. അപ്പോൾ ആ കാര്യം അറിഞ്ഞിട്ടല്ലേ വൈൽഡ് കാർഡ് വന്നിരിക്കണം. അപ്പോൾ തിരിച്ചവരുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി മൊത്തം ഹഗ് ചെയ്തിരിക്കണത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കിട്ടാറ് എന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ടെന്നായിട്ട് നന്ദന പറയുന്നുണ്ട്. പ്രോപ്പർ പോയിൻ്റ് ടു പോയിൻ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ വൃത്തിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. നന്ദന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണോ, പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണോ എന്ന്. നന്ദി, നമസ്കാരം.